ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുനന്ദി ഭർത്താവ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ നിധി സുധീഷിനെ വിളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമോ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. സുധീഷാണെങ്കിൽ മനസ്സിൽ വിചാരിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നോട് പറയാൻ അവൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ വല്ലാത്ത സന്തോഷത്തിൽ വിളിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നിധി പറയേണ്ട, സുനന്ദ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വരില്ലേ, നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? എൻ്റെ കയ്യിൽ എന്തായാലും ഞാൻ ഉടുക്കാത്ത സാരി ഉണ്ട്, അത് ഞാൻ കൊടുക്കാമെന്ന് പറയണ്ട. അപ്പോൾ സുധീഷിൻ്റെ കയ്യിൽ വല്ല പുതിയ ഷർട്ട് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയേണ്ടത് ഇല്ല, എന്നാൽ എൻ്റെ കയ്യിൽ ഒരു പുതിയ വാച്ച് ഉണ്ട്, അത് ഞാൻ കൊടുക്കാമെന്ന് പറയുന്നത്. ഈ അലമാറയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സുധീഷ് അത് എടുക്കുന്നുണ്ട്. എന്തായാലും സുനന്ദയ്ക്ക് അശ്വിനും സാരി വാച്ചൊക്കെ കിട്ടുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. സുനന്ദ എന്തായാലും വേഗം നിധിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ സുഭാഷ് ഏട്ടനെ നന്നായി നോക്കണേ, സുഭാഷ് ഏട്ടനെ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിച്ച് അയക്കണേ, എന്നാലും എനിക്ക് സമാധാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണുണ്ട്. അവർ ഇറങ്ങിപ്പോണ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ വല്ലാത്ത വിഷമാവുന്നുണ്ട്. എന്തായാലും പിന്നെ നമ്മുടെ പിറ്റേ ദിവസം നമ്മുടെ അശ്വിൻ്റെ വീട്ടുകാർ വന്നിട്ട് അശ്വിനെയും സുനന്ദേനെയും കൂട്ടിക്കൊണ്ടുകൊണ്ട് നമ്മുടെ ലളിതയാണെങ്കിൽ നല്ല ആരതിയൊക്കെ എടുത്ത് ഒഴിയുന്നുണ്ട്. അപ്പോൾ അവൾ കരയണില്ല, നമ്മുടെ സുനന്ദയാണെങ്കിൽ കരയില്ല. അപ്പോൾ സുനന്ദയോട് ചോദിക്കേണ്ടത്, നിനക്ക് എന്താടി ഒട്ടും വിഷമമില്ലേ എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ട് പോകുമ്പോൾ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സുധീഷ് ഒരു ഓട്ടം പോകുന്ന സമയത്ത് അയാളുടെ ഫ്രണ്ടും കൂടി കയറാണ്ടെന്ന് പറയുമ്പോൾ കയറുന്നത് നമ്മുടെ നിധിയുടെ അച്ഛനാണ്. നിധിയുടെ അച്ഛനെ കണ്ടിട്ട് ആകെ പേടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിധിയുടെ അച്ഛന് മനസ്സിലാവുന്നുണ്ട് നിധി ഈ നാട്ടിൽ തന്നെ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നിധിയുടെ വീട് കണ്ടെത്തിയിട്ട് വന്നിട്ട് സ്നേഹത്തോട് അഭിനയിച്ചിട്ട് നിധീനെ ഒരാഴ്ചയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിലേക്ക് ഓരോന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിധീനെ അവിടെ തന്നെ പിടിച്ച് നിർത്താനാണ്. പക്ഷേ നിധിയുടെ മനസ്സ് മുഴുവൻ ഇവിടെയാണ്, എനിക്ക് അവിടെയാണെങ്കിൽ നല്ല സമയം പോകുമ്പോൾ ബോറടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കഴിയുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ സുഭാഷ് ഏട്ടനൊപ്പം പണിയെടുക്കുന്ന ബംഗാളിക്കാരൻ അനിയത്തിയെ കൊണ്ടുവരുന്നുണ്ട് നാട്ടിൽ നിന്ന്. ആ അനിയത്തിയെയാണ് ഇനി നമ്മുടെ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാൻ പോണത്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.